ഭൂമിന്റെ മേൽഭാഗത്താ കുറെ കാലം താമസിച്ചത്. ഇപ്പോൾ ഭൂമിന്റെ അടിയിലാണ്. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഭൂമിന്റെ അടിയിൽ പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴോ അപ്പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞുകുച്ചി കുട്ടികളുണ്ട്, ഓലൊക്കെ ഇവിടെ വന്നിരിക്കും. അല്ലാഹു തആല നമ്മളെ മക്കൾക്ക് ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. 17-ാമത്തെ വയസ്സിൽ ജന്മനാട്ടിൽ ഖുതുബ ഓതാനും 20-ാമത്തെ വയസ്സിൽ തന്റെ പിതാവ് മുഅദ്ദിനായ പള്ളിയിൽ ഖാദിയാകാനും ആ ഖാദിസ്ഥാനം ഇപ്പോഴും തുടരാനും ഏതെങ്കിലും ഒരു മനുഷ്യന് സൗഭാഗ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന ഒരു വാക്ക് സാന്ദർഭികമായി ഞാൻ പറയട്ടെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. കടവത്ത് കോങ്കഴത്ത് ദർശനം നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ പനങ്ങാങ്ങര അങ്ങാടിയിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. പള്ളി ദർസിൽ നിന്ന് കുറേ ആയില്ലേ, ഇനി ഒരു കോളേജിൽ നിൽക്കണം എന്നൊരാഗ്രഹം തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ കോളേജിലാണ്. കോട്ടുമുൽ ഉസ്താദ് അതിൻ്റെ അല്പം കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഉസ്താദ് കോട്ടുമുൽ ഉസ്താദിന് അല്ലാഹു മുർക്കദ ഒരു ദിവസം ഞങ്ങൾ ആ വരാന്തയിൽ ഇങ്ങനെ ഉള്ള സമയത്ത് പറഞ്ഞു, നമുക്ക് ഇവിടേക്കൊരു നല്ല മുദരിസ് വേണ്ടിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആലിക്കുട്ടി മുസ്ലിയാർ കോങ്കഴത്ത് ദർസിലാണ്. അപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാരെ കോട്ടുമുൽ ഉസ്താദിനെ നന്നായിട്ട് അറിയുമല്ലോ, നന്നായിട്ട് അറിയും, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൂപ്പർക്കിങ്ങനെ ഒരു കോളേജിലൊക്കെ നിൽക്കാനുള്ള താല്പര്യമുണ്ട്. അത് നമുക്ക് പറ്റുന്ന ആളാണ്. അപ്പോൾ കോട്ടുമുൽ ഉസ്താദിന് വളരെ ഇഷ്ടമായി. എന്നാൽ വേഗം നമ്മൾ ക്ഷണിക്കണം. അങ്ങനെ കൊട്ടുമര ടി എം ബാപ്പു ഉസ്താദിനെ, ബാപ്പു മുസ്ലിയാരെ കോട്ടുമുൽ ഉസ്താദ് പറഞ്ഞു, വേഗം പോയിട്ട് ആലിക്കുട്ടി മുസ്ലിയാരെ ജാമ്യയിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ പോയി ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ് അദ്ദേഹം ജാമ്യയിൽ വന്നു. ജാമ്യയിൽ വന്ന് അദ്ദേഹം ഉയർന്നു. അവസാനം ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ ഉന്നതമായ പദവിയിൽ ഷെയ്ഖുൽ ജാമിഅ എന്ന് ഇന്ന് ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം ഉയർന്നു. അള്ളാഹുവിൻ്റെ റിസാലത്ത് എവിടെ വെക്കണം എന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് മുഴുവനും സെലക്ഷനാണ്. ആ സെലക്ഷൻ പോലത്തെ ഒരു സെലക്ഷൻ ഇവിടെ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സ്ഥാപനം വളർന്നു വരുന്നതിൻ്റെ ലക്ഷണമായി നാം പലതും കാണുകയാണ്. ആ നിലക്ക് ഒരു ഭംഗിയായ ഒരു ബർക്കത്തുള്ള അവസ്ഥയിലേക്ക് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇർഫാനിയ അറബിക് കോളേജ് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇർഫാനി പണ്ഡിതന്മാർ ഇന്ന് ഒരുപാട് മേഖലകളിൽ ബിദ്അത്തിനെ പ്രതിരോധിക്കുന്നതിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾ, ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ദീനിനും ഇൽമിനും അള്ളാഹുവിൻ്റെ ഇബാദിനും ഖിദ്മത്ത് ചെയ്യുന്നതിലും വളരെയധികം മുൻപന്തിയിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഹത്തായ സ്ഥാപനത്തെ വളരെ നല്ല നിലയിൽ എല്ലാ